सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशर्षिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम्। श्रीगुरुभ्यो नमः। हरिः ओम्. എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം അജാതശത്രു ബ്രാഹ്മണം. നമുക്ക് ഒന്നും രണ്ടും മന്ത്രങ്ങൾ ഒരുമിച്ച് ചൊല്ലാം. ഓം ദൃപ്തബാലാകിഹി ഹ അനൂചാനഃ ഗാർഗേ ആസ സഹോവാച അജാതശത്രും കാശ്യാ ബ്രഹ്മതേ ബ്രവാണി ഇതി സഹോവാച അജാതശത്രുഃ സഹസ്രം ഏതസ്യാം വാജി ദദ്മഃ ജനകോ ജനക ഇതി വൈ ജനാ ധാവന്തി ഇതി. ദ്വിതീയ മന്ത്രം. സഹോവാച ഗാർഹ്യഃ യഃ ഏവാഹ സഹ വാ ആദിത്യേ പുരുഷഃ ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസ ഇതി. സഹ ഉവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ അധിഷ്ഠാഃ സർവേഷാം ഭൂതാനാം മൂർധാ രാജാ ഇതി. വാ അഹം ഏതാം ഉപാസ ഇതി. സഹ യഃ ഏതം ഏവം ഉപാസ്തേ അധിഷ്ഠാഃ സർവേഷാം ഭൂതാനാം മൂർധാ രാജാ ഭവതി. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദ്വിതീയ അധ്യായം മധുകാണ്ഡം നമ്മൾ കണ്ടു. ബ്രഹ്മവിദ്യാ പ്രകരണമാണ് ദ്വിതീയ അധ്യായം എന്ന്. പ്രഥമ അധ്യായത്തിൻ്റെ സാരാംശമായി ഉപാസനകൾ യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പറഞ്ഞു തന്നു. അത് നമ്മൾ കണ്ടു.
വിവിധങ്ങളായ ഉപാസനകൾ അധികാരത്വത്തിലേക്ക് വളർത്തുവാനായിട്ട്. അതിനുശേഷം ദ്വിതീയോധ്യായം ആരംഭിച്ചു. നമ്മൾ കണ്ടു മന്ത്രം 1 ഗുരു ശിഷ്യന്മാരെ പരിചയപ്പെടുത്തുന്നു, ആ അധ്യായം. അപ്പം നമ്മുടെ മനസ്സിൽ ആ ചിത്രം ഉണ്ടാകണം. അജാതശത്രു എന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ രാജമണ്ഡപം അല്ലെ രാജ്യസഭ, അവിടെ ഒരു ചെറിയ കുട്ടിയായ ഗാർഗ്യൻ അല്ലെങ്കിൽ ബാലാകി വരികയാണ്. ആദ്യം തന്നെ ഇവർ തമ്മിലുള്ള സംവാദം അല്ലേ, ആ എങ്ങനെയാണോ നമ്മൾ നചികേതസിനെ ഒന്നും മറക്കാത്തത് അതുപോലെ ആ ചിത്രം ഇവിടെയും ഉണ്ടാകണം. എങ്കിലേ ഈ പഠനാനന്തരവും ഇവരെ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ ആ തത്വത്തിനെയും വീണ്ടും വീണ്ടും മനനം ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയാണ് ആഖ്യായിക അല്ലേ. അങ്ങനെ നമ്മൾ പ്രഥമ മന്ത്രം കണ്ടു, ദ്വിതീയ മന്ത്രവും ആരംഭിച്ചു. ദ്വിതീയ മന്ത്രം ആരംഭിക്കുന്നത് അങ്ങനെയായിരുന്നു. ഇവർ തമ്മിൽ വീണ്ടും സംവാദം തുടരുകയാണ്. ഇവിടെ ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. സഹോവാച ഗാർഹ്യഃ യഹ ഏവാഹ സഹവാ ആദിത്യേ പുരുഷഃ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയതി. ഇവിടെ 2 കാര്യം ഓർക്കണം. അതായത് ഗാർഗ്യൻ അല്ലെങ്കിൽ ബാലാകി അജാതശത്രുവിനോട് പറയുന്നു എന്താണ്, ഞാൻ ബ്രഹ്മനായി അല്ലെ പുരുഷനായി ആദിത്യനെയാണ് ഉപാസിക്കുന്നത്. അതാണ് അഹം ബ്രഹ്മ ഉപാസ. അതൊരർത്ഥം. അതാണ് സാധാരണ വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരർത്ഥം കൂടി എഴുതണം. അതുകൊണ്ട് അങ്ങും ഇതിനെ ഉപാസിക്ക വേണം. ഞാൻ ആദിത്യനെ അല്ലെ സൂര്യനെയാണ് ബ്രഹ്മനായി കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോടും അത് പറഞ്ഞത്. ഇതൊക്കെ കഥകളിലെ പോലെ വിസ്തരിച്ച് പറയില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ എത്രയോ അല്ലേ കേനോപനിഷത്ത് മുതൽ കഥ പഠിക്കുന്നതാണ് അല്ലേ. കഠം, പ്രശ്നം, മുണ്ടകം എല്ലാത്തിലും കഥകൾ കണ്ട് അതുകൊണ്ട് അറിയാം. ഇവിടെ അതുകൊണ്ട് ഓരോ വാക്കിനും മുഖ്യ അർത്ഥവും ഉണ്ട്, ഗൗണ അർത്ഥവും ഉണ്ട് അല്ല. മുഖ്യ അർത്ഥം എന്ന് വെച്ചാൽ വേർഡ് മീനിങ്, ഗൗണ അർത്ഥം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ ആന്തരാർത്ഥം അല്ലേ. അതുകൊണ്ട് അതുകൂടെ നമുക്ക് ചർച്ച ചെയ്ത് പോകാം. പുസ്തകത്തിലില്ലെങ്കിലും കൂടെയും ഭാഷ്യത്തിൽ അതുണ്ട്. ഇങ്ങനെയാണ് എന്താണ്, ഞാൻ ഇപ്പോൾ ഇവർ തമ്മിൽ സംവദിക്കുകയാണ്. അപ്പോൾ അജാതശത്രുവിന് 1000 പശുക്കളെ കൊടുത്തു. അജാതശത്രു ബാലാകിക്ക് 1000 പശുക്കളെ കൊടുത്തു. അപ്പം അതിൻ്റെ സന്തോഷത്തിൽ ബാലാകി ഇങ്ങനെ വലിയൊരു സിംഹാസനത്തിലിരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അജാതശത്രു രാജാവ് ഇരുന്ന് കേൾക്കുകയാണ്. ഞാൻ ആദിത്യനെയാണ് ഞാൻ ബ്രഹ്മനായി കാണുന്നത്. അല്ലെ സൂര്യനാണ് നമ്മുടെ പ്രത്യക്ഷ ദൈവം അല്ലെ പരമാത്മ, സൂര്യനാകുന്നു, അല്ലാണ്ട് വേറൊന്നുമല്ല. സൂര്യനെയാണ് ഞാൻ ഈശ്വരനായി കണ്ട് ഉപാസിക്കുന്നത്. അതുകൊണ്ട് സൂര്യനപ്പുറത്തൊരു ശക്തിയോ ചൈതന്യമോ ഇല്ല. അങ്ങും അതുകൊണ്ട് സൂര്യനെ പരമാത്മാവായി കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ഉടനെ അജാതശത്രു തിരിച്ച് മറുപടി പറയുകയാണ് അല്ലേ. വാദം പ്രതിവാദം അല്ലേ. അപ്പോൾ വാദം പറഞ്ഞു ആര്, ബാലാകി. അപ്പോൾ പ്രതിവാദം എന്താണ് അല്ലേ, വാദപ്രതിവാദമൊക്കെ അറിയാമല്ലോ. അപ്പോൾ പ്രതിവദിക്കുന്ന ആരാണ്, അജാതശത്രു പറയുകയാണ്. സഹ ഉവാച അജാതശത്രു ഗാർഗ്യനോട് പറയുകയാണ് അല്ലെ ബാലാകിയോട് പറയുകയാണ്, മാമായേതസ്മിൻ സംവദിഷ്ടാഹ. മാ ഏതസ്മിൻ, മാ എന്ന് വെച്ചാൽ എന്നെ എന്താണ്, മാ സംവദിഷ്ടാഹ, എന്നോട് ഇതിനെക്കുറിച്ചൊന്നും അങ്ങ് സമ്മതിക്കാൻ വരേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അതിനുള്ള കാരണം നമ്മൾ കണ്ടു. അവിടെയാണ് ഇന്നലെ അവസാനിച്ചത് അല്ലേ. സർവേഷാം ഭൂതാനാം അധിഷ്ഠാഹ സർവേഷാം ഭൂതാനാം മൂർധ സർവേഷാം ഭൂതാനാം രാജ ഇതി. കാരണം അങ്ങ് പറഞ്ഞ ബ്രഹ്മനെ ഉപാസിക്കാൻ പറഞ്ഞല്ലോ, ആ ബ്രഹ്മൻ ആരാണ്? ഇവിടെ അജാതശത്രു ബാലാകിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അങ്ങ് പറഞ്ഞല്ലോ ബ്രഹ്മ ഉപാസന നടത്താൻ. ആ പരമാത്മാവ് ആരാണ്? എല്ലാറ്റിനും അടിസ്ഥാനമാണ്. ബ്രഹ്മലക്ഷണം പറഞ്ഞു അല്ലേ. ആ മന്ത്രം അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതിക്കോളൂ, ബ്രഹ്മലക്ഷണം.
അല്ലേ? സർവേഷാം ഭൂതാനാം അധിഷ്ഠാഃ സർവേഷാം ഭൂതാനാം മൂർധ സർവേഷാം ഭൂതാന രാജ. എന്നിട്ട് എന്താണത്? ബ്രഹ്മലക്ഷണം. അതിനുശേഷം അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ കണ്ടു. മൂർധ എന്ന് കണ്ടു, രാജ എന്ന വാക്ക് വരെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അടുത്തത് അജാതശത്രു തന്നെ തുടരുകയാണ്, പ്രതിവാദം തുടരുകയാണ്. എന്താണ്? വാ അഹം ഏതാം ഉപാസയിതി. വാ എന്ന് പറഞ്ഞ തൊട്ടു മുമ്പ് പറഞ്ഞ ഞാൻ. തൊട്ടു മുമ്പ് എന്താ പറഞ്ഞ? അപ്പോൾ വാ എന്നതിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ ഇട്ടോളൂ. വാ ബ്രഹ്മലക്ഷണ, അതായത് തൊട്ടു മുമ്പ് പറഞ്ഞ ബ്രഹ്മലക്ഷണങ്ങൾ. എഴുതാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വാ ബ്രഹ്മലക്ഷണ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സർവേഷാം ഭൂതാനാം അധിഷ്ഠാഃ സർവേഷാം ഭൂതാനാം മൂർധ സർവേഷാം ഭൂതാനാം രാജ എന്ന ബ്രഹ്മലക്ഷണം അല്ലേ? ആ പറഞ്ഞ പരമാത്മാ അത് എന്താണ്? അഹം. അഹം ആരാ? ഞാൻ. ഏതാം ഉപാസയതി. ഏതാം എന്ന് വെച്ചാൽ ഇതിനെ, ഈ പറഞ്ഞ ബ്രഹ്മലക്ഷണങ്ങളോടുകൂടിയാണ് ഞാൻ പരമാത്മാവിനെ ഉപാസിക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് ബ്രഹ്മലക്ഷണേ പറയുന്നുള്ളൂ കേട്ടോ. അന്ന് പറഞ്ഞ അജാതശത്രുവിന് ഇത് മാത്രമേ അറിയാവുന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അനേകം നമ്മൾ പഠിച്ച ബ്രഹ്മലക്ഷണങ്ങളൊക്കെ ഇവിടെ ചേർക്കാം അല്ലേ? നിത്യം, നിരഞ്ജനം, നിരാമയൻ, ലാജം, അക്ഷരം, ഒരുപാട് പഠിച്ചു പരമാത്മാവിൻ്റെ ലക്ഷണങ്ങൾ. ഏകം, അദ്വിതീയം, അതൊക്കെ ആ ലക്ഷണങ്ങളെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അല്ലാണ്ട് സൂര്യനിൽ മാത്രമല്ല ഞാൻ ഈശ്വരനെ കാണുന്നത്. ഇത്രയേ ഉള്ളൂ. അജാതശത്രു പറയുന്ന ഒറ്റ വാക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? സൂര്യനെ മാത്രമല്ല ഞാൻ ഈശ്വരനായി കാണുന്നത്, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുക. അതാണ് സർവേഷാം ഭൂതാൻ. ആ വാക്കാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ് ബ്രഹ്മൻ. അല്ല, അതിനെയാണ് ഞാൻ ഉപാസിക്കുന്നത്, അല്ലാണ്ട് സൂര്യൻ മാത്രമല്ല. അതായത് സൂര്യൻ മാത്രമായപ്പോൾ എന്താ കുഴപ്പം? ബാലാജി പറഞ്ഞല്ലോ, സൂര്യനെ ബ്രഹ്മനായി ഉപാസിക്കാൻ, അല്ലെ ഈശ്വരനായി ഉപാസിക്കാൻ. അപ്പോൾ സൂര്യനെ മാത്രം ഈശ്വരനായി കണ്ടാൽ എന്താണ് കുഴപ്പം? അതും നമ്മളിവിടെ ചിന്തിക്കണം. നമ്മൾ സൂര്യദേവതയെ കാണുമ്പോൾ മാത്രം ഈശ്വരനെ ചിന്തിച്ചാൽ എന്താണ് ഈശ്വരന് പറ്റുക? ഈശ്വരൻ പരിമിതനായി പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ബാലാജി പറഞ്ഞ ആ ഉപാസന നാം ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്ക് പറ്റുക? നമ്മളും പരിമിതരായി പോകും. കാരണം സൂര്യന് മാത്രമേ ഈശ്വരനെ കാണാൻ സാധിക്കൂ, മറ്റൊന്നിലും കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബാലാജി എന്താണ് ഇത്രയും പഠിച്ചിട്ടും ഗുരുകുലവാസമൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാകാഞ്ഞത്, മാറ്റം സംഭവിക്കാൻ. ആ പരിമിതത്വം ബാലാജിക്കുണ്ട്. അത് ആരോപിക്കുകയാണ്, അല്ലെ അത് ആ തെറ്റ് പറഞ്ഞു കൊടുക്കുകയാണ് ആർക്ക്? അജാതശത്രുവിനോട്. പക്ഷെ അദ്ദേഹം ശ്രേഷ്ഠനാണ്, മഹാത്മാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം എന്താണ് തിരുത്തി കൊടുക്കുകയാണ്. ഇത് ഈ ബ്രഹ്മലക്ഷണങ്ങൾ പറഞ്ഞ് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാ അഹം ഏതാം ഉപാസ, ഈ പറഞ്ഞ പരമാത്മസ്വരൂപനെയാണ്, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അതിനുശേഷം അജാതശത്രു നമ്മളോട് സംസാരിക്കുകയാണ്. അടുത്ത വാക്ക് ഇങ്ങനെയാണ് നമ്മൾ പല കഥകളിലും കണ്ടിട്ടുള്ള ആഖ്യായികയിൽ. തൊട്ടു മുമ്പിരിക്കുന്ന സ്ഥൂല ശിഷ്യനോട്, അതായത് മുമ്പിൽ കാണുന്ന ആ ശിഷ്യരെ മാത്രമല്ല ഗുരുക്കന്മാർ കാണുക. ഇനി അതിനുശേഷം അനേകം കാലം കഴിഞ്ഞ്, യുഗങ്ങൾ കഴിഞ്ഞു, ഇത് പഠിക്കുന്നവരെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗുരുക്കന്മാരെ സംസാരിക്കുക. ഇവിടെ യാജ്ഞവൽക്യ മഹർഷിയുടെ കാലഘട്ടം നമുക്കറിയാം, ത്രേതായുഗമാണ്. നമ്മൾ അന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് പറഞ്ഞ കഥയാണിത്. അത് കഴിഞ്ഞ് എത്ര വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞല്ലേ, ഇന്നും നമ്മളോട് സംസാരിക്കുകയാണ് അവർ. അതുകൊണ്ട് ആ വാക്ക് നമ്മൾക്ക് കൂടി വേണ്ടിയാണ്. സഹ യഹ ഏതം ഏവ ഉപാസ്തേ
അതായത് യഹ എന്ന് വെച്ചാൽ ഏതൊരാളാണോ, ആരാണോ. അപ്പം ആ ചിത്രം ഉണ്ടാകണേ ബാലാജിയോട് പറയാണ്, അല്ലയോ ബാലാജി, അങ്ങ് മാത്രമല്ല ഏതൊരാളാണ്. ഇവിടെ നോക്കൂ, ഈ യഹ എന്നുള്ള ഒറ്റൊരക്ഷരമേ ഉള്ളൂ. അതിൽ ഇവിടെ പറയുന്നില്ല, ബ്രാഹ്മണനോട് പറയുന്നില്ല, ക്ഷത്രിയനോട് പറയുന്നില്ല, ശൂദ്ര ഒന്നും ഒരു ഐഡൻറ്റിറ്റിയും കൊടുക്കുന്നില്ല. അതായത് അതിൻ്റെ അർത്ഥം എന്താ? ബ്രഹ്മവിദ്യയ്ക്ക് ഭൗതികമായ അധികാരമല്ല വേണ്ടത്, അല്ലേ? ഉപനിഷത്തിൻ്റെ രീതി ഇങ്ങനെയാണ്, ചെറിയ വാക്കുകളേ ഉള്ളൂ, പക്ഷെ അതിന് വലിയ അർത്ഥം ഉണ്ടാവും, അല്ലേ? യഹ. അപ്പോൾ യഹ എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും? യഹ സാധകഃ. ഏതൊരു സാധകനാണോ, അത് സ്ത്രീയാകാം, പുരുഷനാകാം, നപുംസകമാകാം, എന്തും ആകാം. കാരണം ഇവിടെ ഒരാൾക്കോ അല്ലെ ഒരു വിഭാഗത്തിനോടാണ്, അല്ലെ പുരുഷ വിഭാഗത്തിനോടാണ്, സ്ത്രീ വിഭാഗത്തിനോടാണ് പറയുന്നെങ്കിൽ അതവിടെ കൂട്ടിച്ചേർക്കായിരുന്നു, അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലേ? ഇപ്പോൾ സ്ത്രീകളോടാണ് പറയുന്നത്, യഹ സ്ത്രീഹി, ഏതൊരു സ്ത്രീയാണോ അങ്ങനെ പറയായിരുന്നു, പറഞ്ഞില്ല, അല്ലേ? യഹ പുരുഷഃ അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ സാധനയാണ് വേണ്ടത്, അധികാരമാണ് വേണ്ടത്, ഏതൊരു സാധകനാണ്. അപ്പോൾ നമ്മളവിടെ കൂട്ടിച്ചേർക്കണം, യഹ സാധകഃ, ഏതൊരു സാധകനാണോ. ഏതം എന്ന് വെച്ചാൽ ഇതിനെ എന്നാണ്. ഇവിടെ ഇതിനെ എന്ന് വെച്ചാൽ ബ്രഹ്മനെ, അതായത് അധിഷ്ഠാനമായ, മൂർധായ ഇത്യാദി ലക്ഷണ രാജാവായിരിക്കുന്ന ആ പരമാത്മാവിനെ, അല്ലെ പുരുഷ, കാരണം പുരുഷൻ എന്നുള്ള വാക്കും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഏതം പുരുഷ എന്നും പറയാം, ഏതൊരു ഇതിനെ, ഈ പരമാത്മാ തത്വത്തെ, ഈശ്വരനെ. ഏവം എന്ന് വെച്ചാൽ ഈ വിധത്തിൽ. ഏത് വിധത്തിൽ? അജാതശത്രു പറഞ്ഞ വിധത്തിൽ. അജാതശത്രു പറഞ്ഞ വിധത്തിൽ. അദ്ദേഹം ഏത് വിധമാണ് പറഞ്ഞത്? എല്ലാറ്റിലും ഈശ്വരനെ കാണാം, സർവഭൂതേശം, ആ വിധത്തിൽ. അല്ലാണ്ട് പരിമിതനായി ഈശ്വരനെ ഉപാസിച്ചാൽ ഒരു ഫലവും കിട്ടില്ല, അവരും പരിമിതരായി പോകും. അതുകൊണ്ട് ആ വിധത്തിലല്ല, സർവഭൂതേഷാം എന്ന വിധത്തിൽ. അതാണ് ഏവം, വേദം ഏവം ഉപാസ്തേ. ഉപാസ്തേ എന്ന് വെച്ചാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് അറിയാം, അല്ലേ? തുടരുക, അതാണ് ഉപാസ്തേ എന്ന് വെച്ചാൽ ഉപാസിക്കുന്നത്. അതായത് ഒരു ദിവസം, 2 ദിവസം, ഒരു വർഷമോ അല്ല ഇവിടെ പറയുന്നത്. അവിടെയും കാലമൊന്നും പറയുന്നില്ല, ദേശം പറയുന്നില്ല, ആരാന്നൊന്നും പറയുന്നില്ല. ഉപാസിക്കുന്നത്, അതും നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് കുറച്ച് കാലം ഉപാസിച്ചാലൊന്നും ഫലം കിട്ടില്ല, ഉപാസന തുടര വേണം. അതാണ് ഉപാസ്തേ എന്ന് തകാരം ഉപയോഗിച്ചിരിക്കുന്നത്, ഉപാസിക്കുന്നത്. സംസ്കൃതം ഇങ്ങനെയാണ്, നമ്മൾ ഓരോ വാക്കും ശ്രദ്ധിച്ചു പോയാലേ ഉള്ളൂ കിട്ടുകയുള്ളൂ. ഉപാസിക്കുന്നത്, അജാതശത്രു പറഞ്ഞ വിധം ഉപാസിക്കുന്നത്. അതായത് അജാതശത്രു നമ്മളോട് പറയുകയാണ്, ബാലാഗിയെ നോക്കിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്, അല്ലയോ ബാലാഗി, ഏതൊരു സാധകനാണോ ഞാൻ പറഞ്ഞ വിധത്തിൽ ഉപാസന തുടരുന്നത്. ഉപാസ്തേന്ന് വെച്ചാൽ ഉപാസന തുടരുന്നത്. അവർ എന്താണ്? സഹ. ഇനി ആദ്യത്തെ വാക്കില്ലേ, സഹ. യഹയുടെ തൊട്ട് മുമ്പ് സഹ, അവിടെയൊപ്പം എന്തായാലും സഹ എന്ന് വെച്ചാൽ അവൻ, അല്ലെങ്കിൽ സാ ദീർഘം പറയാം. സഹ സാധകഃ, അവിടെയും സാധകൻ എന്ന ഐഡൻറ്റിറ്റിയാണ് പറയുന്നത്. അയാൾ, ഏതൊരു സാധകനാണോ ഞാൻ പറഞ്ഞ വിധം ഉപാസന തുടരുന്നത്, അവർ എന്താണ്? ഇനി അടുത്ത വാക്ക്, അധിഷ്ഠാഃ സർവേഷാം ഭൂതാനാം മൂർധാ രാജാ ഭവതി. ഭവതി എന്ന് വെച്ചാൽ ഭവിക്കും, അവർക്ക് ലഭതി എന്നാണ് കേട്ടോ ഇവിടുത്തെ അർത്ഥം. ഭവതി ഇസിക്കൽ ടു ലഭതി, ലഭിക്കും, അവർക്ക് നേട്ടം ഉണ്ടാകും. എന്ത് ലഭിക്കും? എന്ത് നേട്ടമാണ് അവർക്ക് കിട്ടുക? അതാണ് പറയുന്നത്. അധിഷ്ഠാഃ സർവേഷാ ഭൂതാന മൂർധാരാജ, അതായത് എല്ലാ ഭൂതങ്ങളിലും അധിഷ്ഠാവായിരിക്കുന്ന, എല്ലാ ഭൂതങ്ങൾക്കും
മൂർധാവായിരിക്കുന്ന, കാരണഭൂതനായിരിക്കുന്ന, എല്ലാറ്റിലും രാജാവായിരിക്കുന്ന പ്രകാശ സ്വരൂപനെ ലഭിക്കും എന്ന് വെച്ചാൽ ബ്രഹ്മസാക്ഷാത്കാരം ലഭതി. അവിടെ എഴുതിക്കോളൂ മുഖ്യഫലം. ആ ഫലത്തിന്, അതായത് അധിഷ്ഠാഹ സർവേഷാം ഭൂതാനാം മൂർധ രാജ ഭവതി ഇസിക്കൽ ടു മുഖ്യഫലം. പ്രൈമറി റിസൾട്ട് പറഞ്ഞു തരികയാണ് ആര്? അജാതശത്രു. അത് മുഖ്യഫലം എന്ന് വെച്ചാൽ പ്രൈമറി റിസൾട്ട്, നമുക്ക് കിട്ടുന്ന ഫലം. ഇനി അടുത്ത മന്ത്രങ്ങളിൽ സെക്കൻഡറി റിസൾട്ടൊക്കെ വരുന്നുണ്ട്, അവിടെ എത്തുമ്പോൾ അത് പറയാം. ഇവിടെ രണ്ടാമത്തെ മന്ത്രത്തിൽ ഇതാണ് പറയുന്നത്. വീണ്ടും ബ്രഹ്മലക്ഷണം പറഞ്ഞ് ആ ബ്രഹ്മലക്ഷണത്തോടു കൂടിയ പരമാത്മ സാക്ഷാത്കാരം ലഭതി. ഭവതി എന്ന വാക്കിന് ഒന്നാമത്തെ അർത്ഥം ലഭതി. ഇനി രണ്ടാമത്തെ അർത്ഥം എന്തായിരിക്കും? ബ്രഹ്മസാക്ഷാത്കാരം ലഭതി. അല്ലേ, എഴുതാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ബ്രഹ്മസാക്ഷാത്കാരം ലഭതി. അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം ലഭതി ഉണ്ടാകും, അവരതിനെ നേടിയെടുക്കും. അങ്ങനെയാണ് അജാതശത്രു ബാലാഖിയോട് പറയുന്നത്. ഒന്നുകൂടെ പറയാം. രണ്ടാമത്തെ മന്ത്രത്തിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ആദിത്യനാണ് സൂര്യൻ, ആദിത്യനാണ് ബ്രഹ്മൻ. ആ ആദിത്യനെയാണ് ഞാൻ ഉപാസിച്ചത്. ആദിത്യനാകുന്നു സർവ്വതും. ആദിത്യനപ്പുറത്തൊരു ശക്തി ഇല്ല എന്ന് ബാലാഖി പറഞ്ഞു. അപ്പോൾ അത് അജാതശത്രു പറയുന്നു, അങ്ങ് പറഞ്ഞത് പൊട്ടത്തെറ്റാണ്, അതൊന്നും ശരിയല്ല. ഈ കാര്യം വിസ്തരിക്കാനായിട്ടോ അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ ഉപാസന എന്നെ കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല, എനിക്കത് തുടരുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സംസാരം ഇവിടെ കൊണ്ട് നിർത്തിക്കോളൂ. അതാണ് മാ സമ്പതിഷ്ഠ എന്ന് പറഞ്ഞ, അവിടെ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞ് രാജകൽപ്പനയാണത്. അദ്ദേഹം അവിടെ അജാതശത്രു ബാലാഖിയുടെ വായടപ്പിച്ചവിടെ. എന്നിട്ട് അജാതശത്രു ബാലാഖിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ എന്താണ് ഉപാസിച്ചത് എന്ന്. ഞാൻ സൂര്യനെ കാണുമ്പോൾ മാത്രമല്ല ഈശ്വരനെ കാണുന്നത്, സൂര്യനും പ്രകാശം നൽകുന്ന, എല്ലാറ്റിനും രാജാവായിരിക്കുന്ന, എല്ലാറ്റിനും പ്രകാശം നൽകുന്ന, അല്ലെങ്കിൽ എല്ലാറ്റിനും ചൈതന്യം രാജ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു, ചൈതന്യ സ്വരൂപൻ അല്ലേ. എല്ലാറ്റിനും ചൈതന്യം നൽകുന്ന അധിഷ്ഠാനമായിരിക്കുന്ന ആ പരമാത്മാവിനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അതിനുശേഷം പറഞ്ഞു, ഏതൊരാളാണോ ഇങ്ങനെ ഉപാസിക്കുന്നത് അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകും എന്നും പറഞ്ഞ് രണ്ടാമത്തെ മന്ത്രം അവസാനിക്കുകയാണ് അല്ലേ. ഇതൊക്കെയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. മൂന്നാമത്തെ മന്ത്രം ഇനി വീണ്ടും തുടരുകയാണ് ഇവർ തമ്മിലുള്ള സംവാദം. അടുത്ത മന്ത്രം 3, തൃതീയ മന്ത്രം. സഹോവാച ഗാർഹ്യഃ യഹ ഏവ അസൗ ചന്ദ്രേ പുരുഷ. കണ്ടോ, അടുത്തത് ചന്ദ്രേ പുരുഷ ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസയിതി. ഇനി എളുപ്പമാണ്, ഓരോ ആളും മാറി വരുന്നേ ഉള്ളൂ. ആദ്യം സൂര്യൻ പറഞ്ഞു, ഇനി ചന്ദ്രൻ വരും, വിദ്യുതി വരും, അങ്ങനെ ഓരോരുത്തർ മാറി മാറി വരുന്നതേ ഉള്ളൂ. ബാക്കി ഡയലോഗൊക്കെ സെയിം ആണ്, അതുകൊണ്ട് ഇനി എളുപ്പമാണ് നമുക്ക് പഠിക്കാൻ. സഹോവാച അജാതശത്രുഃ മാ ഏതസ്മിൻ സംവദിഷ്ഠാഃ ബൃഹൻ പണ്ഡരവാസഃ സോമോ രാജ ഇതി. ബൃഹൻ പണ്ഡരവാസഃ സോമോ രാജ ഇതി വാ അഹം ഏതം ഉപാസ ഇതി. അവിടെ ഫുൾ സ്റ്റോപ്പ്, ഉപാസ ഇതി. അടുത്തത് സഹ യഹ ഏതം ഏവ ഉപാസ്തേ കോമ അഹഹ സുതഃ പ്രസൂതോ ഭവതി.
ന അസ്യ അന്നം ക്ഷീയന്തേ. ഒന്നുകൂടെ പറയാവേ. സഹോവാച ഗാർഹ്യഃ യഃ ഏവ അസൗ ചന്ദ്രേ പുരുഷഃ ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസയിതി. ഫുൾ സ്റ്റോപ്പ്. സഹോവാച അജാതശത്രുഃ മാ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ ബൃഹൻ പണ്ഡരവാസഃ സോമോ രാജ ഇതി. അവിടെ എന്തായിരിക്കും അപ്പം? ബ്രഹ്മലക്ഷണം അല്ലേ? ഇത് അവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. ബൃഹൻ പണ്ഡരവാസഃ സോമോ, അതായത് തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ സർവഭൂതേഷാം അധിഷ്ഠാനം എന്നൊക്കെ. അതുപോലെ തന്നെ ബ്രഹ്മന്റെ അടുത്ത ലക്ഷണമാണ് ബൃഹൻ പണ്ഡരവാസഃ സോമോ രാജ ഇതി. വാ അഹം ഏതം ഉപാസ ഇതി. അവിടെ ഫുൾ സ്റ്റോപ്പ്. അടുത്തത് സഹ യഹ ഏതം ഏവ ഉപാസ്തേ കോമ അഹഹ അഹഹ സുതഃ പ്രസൂതോ ഭവതി. അത് അണ്ടർലൈൻ ചെയ്തിട്ട് അഹഹ അഹഹ സുതഃ പ്രസൂതോ ഭവതി അണ്ടർലൈൻ ചെയ്തിട്ട് മുഖ്യഫലം, പ്രൈമറി റിസൾട്ട് പറയണം. ആരാണോ ഞാൻ ഈ പറഞ്ഞ പോലെ ഉപാസിക്കുന്നത് അവർക്ക് ഇന്ന ഫലം ഉണ്ടാകും എന്ന് പറയണം. അതാണ് അഹഹ അഹഹ സുതഃ പ്രസൂതോ ഭവതി. എന്താണ്? മുഖ്യഫലം. കോമ അടുത്തത് ന അസ്യ അന്നം ക്ഷീയന്തേ. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ഗൗണഫലം. ന അസ്യ അന്നം ക്ഷീയന്തേ. ഗൗണഫലം എന്ന് വെച്ചാൽ സെക്കൻഡറി റിസൾട്ട് അല്ലേ? അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, വേണ്ടവർ എഴുതിക്കോളൂ. അവാന്തര ഫലം. അവാന്തര ഫലം എന്ന് വെച്ചാലും സെക്കൻഡറി റിസൾട്ട് എന്നാണ് അർത്ഥം. പര്യായങ്ങളാണ്. ഗൗണം എന്നും അവാന്തരം എന്നതും സിനോണിമസ് ആണ്. ന അസ്യ അന്നം ക്ഷീയന്തേ. എന്താണ്? ഒന്നെങ്കിൽ ഗൗണഫലം അല്ലെങ്കിൽ അവാന്തര ഫലം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സഹോവാച ഗാർഹ്യഃ യഃ ഏവ അസൗ ചന്ദ്രേ പുരുഷഃ ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസയിതി. സഹോവാച അജാതശത്രുഃ മാ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ ബൃഹൻ പണ്ഡരവാസാഃ സോമോ രാജ ഇതി വാ. അഹം ഏതം ഉപാസയിതി. സഹ യഃ ഏതം ഏവ ഉപാസ്തേ അഹഹ അഹഹ സുതഃ പ്രസൂതോ ഭവതി ന അസ്യ അന്നം ക്ഷീയന്തേ. ഒന്നുകൂടെ ചൊല്ലാം. സഹോവാച ഗാർഹ്യഃ യഃ ഏവ അസൗ ചന്ദ്രേ പുരുഷഃ ഏതം ഏവ അഹം ബ്രഹ്മ ഉപാസയിതി. സഹോവാച അജാതശത്രുഃ മാ മാ ഏതസ്മിൻ സംവദിഷ്ടാഃ ബൃഹൻ പണ്ഡരവാസാഃ സോമോ രാജ ഇതി വാ. അഹം ഏതം ഉപാസയിതി. സഹ യഃ ഏതം ഏവ ഉപാസ്തേ അഹഹ അഹഹ സുതഃ പ്രസൂതോ ഭവതി ന അസ്യ അന്നം ക്ഷീയന്തേ. ഇനി ആ രാജസഭാ മണ്ഡപം അടുത്ത മന്ത്രത്തിലേക്കും വരികയാണ്. ഇവർ തമ്മിലുള്ള സംവാദം തുടരുകയാണ്. അപ്പം രണ്ടാമത്തെ മന്ത്രത്തിൽ ആദ്യത്തിനെ ഉപാസിക്കേണ്ടത്. ഇനി അവിടെ രക്ഷയില്ലെന്ന് കണ്ടിട്ട് ബാലാകി എന്ത് പറയുന്നു? അടുത്ത ഐറ്റം പയറ്റുകയാണ്. ഇനി അടുത്ത കാര്യം പറഞ്ഞാലെങ്കിൽ അതിൽ അജാതശത്രുവിനെ വീഴ്ത്താം. 1000 പശുവിന് പകരം അടുത്ത ഇനി എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും അല്ലേ? എൻ്റെ പ്രഥമ ശിഷ്യൻ കാശി രാജനാണെന്നുള്ള അംഗീകാരം കിട്ടും ഇത്യാദി മൂഢബുദ്ധിയാണ് ബാലാകിക്ക്. അപ്പോൾ എന്ത് ചെയ്തു? അടുത്ത
ഐറ്റം പറയുകയാണ്. അതാണ് സഹോവാച ഗാർഗ്യ. ഗാർഗ്യൻ അല്ലെങ്കിൽ ബാലാകി അജാതശത്രുവിനോടായിക്കൊണ്ട് പറയുന്നു. എന്താണ് പറയുന്നത്? ശരി, അങ്ങ് പറഞ്ഞു ശരി, ഞാൻ സൂര്യൻ എന്ന് പറഞ്ഞു, തെറ്റിപ്പോയി. അതല്ല, സൂര്യൻ മാത്രമല്ല, അടുത്ത ആളും കൂടി ഉണ്ട്. എന്താണ്? യഹ. ഒരു വാക്ക് മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയൊക്കെ രണ്ടാമത്തെ മന്ത്രത്തിൻ്റെ തുടർച്ചയാണ് അല്ലേ? യഹ ഏവം അസൗ ചന്ദ്രേ പുരുഷ. തൊട്ട് മുമ്പ് ആദിത്യേ പുരുഷൻ എന്ന് പറഞ്ഞു. ഇവിടെ ചന്ദ്രേ പുരുഷ ഏതമേവ അഹം ബ്രഹ്മ ഉപാസയതി. അല്ല, ചന്ദ്രൻ ആയ പുരുഷനെയാണ് ഞാൻ ബ്രഹ്മനായി ഉപാസിക്കുന്നത്. അല്ലെങ്കിൽ ചന്ദ്രദേവതയാണ് ബ്രഹ്മൻ. ചന്ദ്രദേവതയെ കാണുമ്പോഴാണ് അങ്ങക്ക് പരമാത്മചിന്തനം ഉണ്ടാകുന്നത്. ചന്ദ്രദേവതയാണ് എല്ലാറ്റിലും അടിസ്ഥാനമായ ശക്തി. അതിനപ്പുറം മറ്റൊരു ശക്തിയില്ല. അതാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്, എല്ലാറ്റിനെയും നിലനിർത്തുന്നത്. ചന്ദ്രനെയാണ് ഈശ്വരനായി കാണേണ്ടത് അല്ലേ? നമുക്കറിയാം, ആദിത്യൻ, ചന്ദ്രൻ, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ, ആകാശം, വായു, ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണെന്നറിയാം അല്ലേ? അതൊക്കെ ദേവതയാണ്, ഇന്ദ്രാദി ദേവതകളാണ് ഇവയൊക്കെ. ഇവയ്ക്ക് അവയുടെ ധർമ്മം ചെയ്യാനായി പരമാത്മാവ് അവയെ സൃഷ്ടിച്ചു. അവിടെ ധർമ്മം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്, നമുക്കറിയാവുന്നതാണ് അല്ലേ? അവയ്ക്ക് ശക്തി നൽകുന്ന പരമാത്മ ചൈതന്യം അവയിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് ചന്ദ്രന് പ്രകാശിക്കാൻ സാധിക്കുന്നത്, സൂര്യന് പ്രകാശിക്കാൻ സാധിക്കുക, അല്ലെ അവയുടെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമ്മൾ പലയിടത്തും കണ്ടതാണ് അല്ലേ? അപ്പം അത് ഓർമ്മയിലുണ്ടാകണം. പക്ഷെ ബാലാഹിക്ക് അതൊന്നും അറിയില്ല. മൂപ്പര് ഗുരുകുലവാസം കഴിഞ്ഞ് വന്നയാൾ. സാധാരണ നമ്മൾ ഗുരുകുലത്തിൽ നിന്ന് ഇറങ്ങുമ്പം പഠിച്ചതൊക്കെ കുറച്ച് കാലമെങ്കിലും ഓർമ്മയുണ്ടാകും. പക്ഷേ ഈ കുട്ടിക്കോ പഠിച്ചിറങ്ങിയിട്ട് പോലും പഠിച്ച വിഷയം അറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂഢത, അജ്ഞത എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കും. സാധാരണ 1 കൊല്ലോ 2 കൊല്ലോ ഒക്കെ കഴിഞ്ഞാലാണ് മുഴുവനായിട്ടും മറന്നു പോവുക. പക്ഷെ ബാലാജി അങ്ങനെയല്ല. പഠിച്ചിറങ്ങിയപ്പോഴേ ആ ഗർവത്തോടു കൂടി അദ്ദേഹം വാദത്തിന് വന്നിരിക്കുക. എങ്ങനെ? മൂഢനായിക്കൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പം എന്തിനു വേണ്ടി ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു? ഇത് എല്ലാവരിലും സംഭവിക്കാവുന്നതാണ്, ലോകത്ത് നമ്മൾ കാണുന്നതുമാണ്. പ്രത്യേകിച്ച് ആധ്യാത്മിക വിഷയം പഠിച്ചാൽ ഗർവം കുറച്ച് കൂടുതലാണ്. ഞാൻ പണ്ഡിതനായി, ഞാൻ ഈശ്വരൻ്റെ തൊട്ടടുത്ത് വരെ എത്തി അല്ലേ, ഇനി എനിക്ക് ഒരു സ്റ്റെപ്പേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ സാക്ഷാത്കാരം കിട്ടിയവനായി ഇത്യാദി ഭാവങ്ങൾ നമുക്ക് ചുറ്റും കാണുന്നതാണ്. അപ്പം നാം അങ്ങനെ ആകരുത്. അതിനു വേണ്ടിയാണ് അജാതശത്രു ബാലാകി എന്ന ആഖ്യായിക ഇവിടെ പറയുന്നത്. അപ്പം ബാലാകി വീണ്ടും വാദത്തിന് ചെല്ലുകയാണ്. എന്താണ് വാദം? അയ്യോ, അതല്ല, ആദിത്യനല്ല, ചന്ദ്രനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അതുകൊണ്ട് അങ്ങും എന്ത് ചെയ്യണം? ചന്ദ്രദേവതയെ പരമാത്മാവായി കണ്ട് ഉപാസിക്കണം എന്ന് പറഞ്ഞു. വീണ്ടും ഇനി എളുപ്പമാണ്, വേഗം നമുക്ക് പോകാം. സഹോവാച അജാതശത്രു. ഗാർഗ്യനോട് അജാതശത്രു പറയുന്നു, അല്ലെ ബാലാകിയോട് അജാതശത്രു പറയുന്നു, മാ ഏതസ്മിൻ സംവദിഷ്ട. എന്നോട് ഈ കാര്യം കൂടുതലൊന്നും അങ്ങ് സംവാദത്തിന് വരണ്ട, അങ്ങ് പറയുന്നത് ഞാൻ അംഗീകരിക്കില്ല അല്ലേ? തൊട്ട് മുമ്പ് പറഞ്ഞ അതേ ഡയലോഗ് തന്നെ. എന്നിട്ട് പറയുന്നു, ഇനി അടുത്തതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. ബൃഹൻ പണ്ഡരവാസാഹ സോമോ രാജയിതി. അങ്ങ് പറഞ്ഞല്ലോ ചന്ദ്രദേവതയാണ് ബ്രഹ്മൻ. ആ ചന്ദ്രദേവതയല്ല പരമാത്മാവ്, പരമാത്മ ലക്ഷണം അല്ലേ? അപ്പം ബൃഹൻ പണ്ഡരവാസാഹ സോമോ രാജ, ഇത് എന്തായിരിക്കും? പരമാത്മ ലക്ഷണം. അടുത്ത ലക്ഷണം പറയുകയാണ്. നമുക്ക് നോക്കാം ഓരോ വാക്കുകളുടെ അർത്ഥം. ബൃഹൻ എന്ന് വെച്ചാൽ ബ്രഹ്മൻ്റെ തന്നെ പര്യായമാണ്. ബൃഹൻ എന്ന വാക്കിൻ്റെ അർത്ഥം, ഒന്നാമത്തെ അർത്ഥം എഴുതിക്കോളൂ, മഹാൻ. രണ്ടാമത്തെ അർത്ഥം ശ്രേഷ്ഠൻ. മൂന്നാമത്തെ അർത്ഥം
ആദരണി, സർവ ആദരണീയ. ബൃഹൻ എന്ന വാക്കിൻ്റെ അർത്ഥം സർവ ആദരണീയ, അല്ലെ സർവേഷാം ആദരണീയ അങ്ങനെയും പറയാം കേട്ടോ. സർവേഷാം എന്നും പറയാം, സർവ എന്നും പറയാം, സർവേഷാം ആദരവാനെന്നും പറയാം. ഇതൊന്നും വ്യാകരണം പറയുമ്പോൾ തെറ്റില്ല. സർവേഷാം ആദരവാൻ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരാലും ആദരിക്കപ്പെടുന്ന മഹാൻ, അല്ലെ മഹാത്മാ, മഹാരാജ എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്ന് വെച്ചാൽ എന്താണ്? എക്കാലത്തും ഈ എല്ലാവരാലും ആദരിക്കപ്പെടുന്നവൻ. എല്ലാവരാലും എന്ന് വെച്ചാൽ പശുപക്ഷി ചാർവാകാദികളല്ല കേട്ടോ. അവിടെ എല്ലാവരാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാത്മാക്കളാൽ, അല്ലെ സാധകരാൽ, അല്ലെങ്കിൽ സത്വഗുണസമ്പന്നരാൽ, അല്ലെങ്കിൽ നല്ല മനസ്സോടു കൂടിയവരാൽ ആദരിക്കപ്പെടുന്നു. അല്ല ഇപ്പോൾ ഒരു മഹാത്മാവ് വഴി കൂടെ നടന്നു പോവുക, അപ്പം ചാർവാകനാണ് കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ സമൂഹത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ പറയാം ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, ഭ്രാന്തൻ നടന്നു പോകുന്നേ പറയുള്ളൂ, അല്ലേ. അപ്പോൾ നമ്മൾ അവരെ ആദരിക്കണം, നമുക്കും ആ മനസ്സുണ്ടാകണം. അങ്ങനെയുള്ളവരാൽ, അതാണ് സർവേഷാം എന്നത്, സർവേഷാം ആദരവാൻ. അപ്പം ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? എല്ലാവരാലും ആദരിക്കപ്പെടുന്നവൻ, മഹാൻ, ശ്രേഷ്ഠൻ, അല്ലേ. നമ്മൾ ശ്രേഷ്ഠ പദവിയൊക്കെ കൊടുക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, അല്ലേ. അതാണ് ബൃഹൻ എന്ന വാക്കിൻ്റെ അർത്ഥം. പരമാത്മാവ് ബൃഹനാകുന്നു. പിന്നെ അടുത്തത് എന്താണ്? പണ്ഡരവാസാഹ. പണ്ഡരം എന്ന വാക്കിൻ്റെ അർത്ഥം വെളുത്തത്, ശുഭ്രം എന്നാണ്, അല്ലേ. പണ്ഡരവാസാഹ അതായത് ശുഭ്രവസ്ത്രത്തോടു കൂടിയാണ്. ഇവിടെ ഭഗവാൻ കുപ്പായിട്ട്, വെള്ള കുപ്പായിട്ടിരിക്കുന്ന നല്ല ഇവിടെ അർത്ഥം. ഇവിടെ എന്താണ്? ശുഭ്രം എന്ന വാക്കിൻ്റെ അർത്ഥം സത്വഗുണസമ്പന്ന എന്നാണ്, അല്ലേ. വെളുത്ത നിറം എന്തിനെയാണ് ഉപമിക്കുന്നത്, അല്ലെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സത്വഗുണത്തിനെയാണ്, അല്ലെ. നമ്മളത് പഠിച്ചിട്ടുണ്ട് വേദാന്തസാരം എന്ന ഗ്രന്ഥത്തിൽ. ശുഭ്രനിറം, അല്ലെ വെളുത്ത നിറം സത്വഗുണം, ലാൽ നിറം, ചുവപ്പ് നിറം രജോ ഗുണം, കാല നിറം, കറുപ്പ് നിറം എന്തിനാണ്? തമോ ഗുണത്തിനെയാണെന്നൊക്കെ, അല്ലേ. അപ്പോൾ ഇവിടെ ശുഭ്രവസ്ത്രത്തോടു കൂടിയവെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഭഗവാൻ ഒരു സ്ഥൂല ശരീരമുണ്ട്, ശംഖുചക്ര 4 10 കൈയുണ്ട്, അവിടെയൊക്കെ വെള്ള കുപ്പായി ഇട്ടിരിക്കുക, അങ്ങനെയേ അല്ല. അപ്പോൾ പരിമിതനായിപ്പോയി ഈശ്വരൻ. ഇവിടെ എന്താണ് അർത്ഥം? എന്ത് സാഹചര്യം വന്നാലും ഭഗവാന്റെ സത്വഗുണത്തിന് ഒരു ലവലേശം പോലും കുറവുണ്ടാവില്ല. അതാണ് സത്വഗുണസമ്പന്ന പണ്ഡരവാസ. പണ്ഡരവാസ എന്ന് വെച്ചാൽ എന്താണ്? സത്വഗുണസമ്പന്ന. സമ്പന്നൻ എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും നിറകുടം എന്ന് പറയില്ല, അതാണ് സമ്പന്നൻ. പ്ലെൻറ്റി, ഇഷ്ടം പടിയുണ്ട്, അത് ഒരിക്കലും അതിനൊരു കുറവ് സംഭവിക്കില്ല. അതാണ് സത്വഗുണ സമ്പന്ന ഈസിക്കൽ ടു എന്താണ്? പണ്ഡരവാസാഹ. ഇവിടെ ചന്ദ്രൻ അതൊന്നുമില്ല. ചന്ദ്രനല്ല, ചന്ദ്രദേവതയല്ല ഏറ്റവും ബൃഹത്തായിട്ടിരിക്കുന്നത്. ചന്ദ്രദേവതയ്ക്ക് എപ്പോഴും സത്വഗുണമില്ല, നമ്മൾ കാണുന്നതാണ്. ചന്ദ്രദേവത പൗർണമിക്കാണ് പൂർണ്ണ സത്വഗുണം കാണുന്നത്, വെളുത്തിരിക്കുന്നത്. പൗർണമി മാറി, അല്ലേ, അടുത്ത ദിവസം വരുമ്പോൾ എന്നാൽ ആ സത്വഗുണം കുറയും. ദ്വിതീയമാകുമ്പോൾ വീണ്ടും കുറയും. തൃതീയം, ചതുർത്ഥം, പഞ്ചമി, ഷഷ്ടി ദിവസമാകുമ്പോൾ കുറഞ്ഞ് വരും. ഏകാദശി വീണ്ടും കുറയും. വീണ്ടും അമാവാസി വരുമ്പോൾ ഒരു സത്വഗുണവും ഇല്ല, അല്ലേ. നിങ്ങൾ കാണുന്നതാണ്, ആകാശത്തേക്ക് നോക്കിയാൽ മതി, നമുക്ക് കാണാം. അപ്പോൾ ചന്ദ്രദേവതയുടെ സത്വഗുണത്തിന്, അല്ലെ വെളുപ്പ് നിറത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലേ. ഒരു ദിവസം പൂർണ്ണ നമ്മുടെ സ്വഭാവം പോലെ തന്നെ
ചന്ദ്രദേവതയെ എന്തിനാ നമ്മളിവിടെ കൂട്ടിക്കൊണ്ടുവരുന്നത്? നമ്മുടെ തന്നെ സ്വഭാവം. ഒരു ദിവസം നല്ല സത്വഗുണം, ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, പഠിക്കുന്നു, കുളിക്കുന്നു, സാധനം ചെയ്യുന്നു, എല്ലാം ചെയ്യും. 2-3 ദിവസം കഴിയുമ്പോൾ എൻ്റെ സത്വഗുണം കുറയും. ഇന്ന് ഇപ്പോൾ കറണ്ട് പോയെന്ന് വിളിച്ചു രാവിലെ, ഇന്ന് കറണ്ടില്ല, അതുകൊണ്ട് ഇന്ന് കുറച്ച് സത്വഗുണം കുറച്ച് വെക്കാം. അല്ലേ, നമ്മൾക്ക് എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ സത്വഗുണം. അമാവാസി വരെ പോകണ്ട, ചന്ദ്രദേവതയ്ക്ക് 15 ദിവസമെങ്കിലും കാത്തിരിക്കണം. നമുക്ക് അത്രയും പോലും വേണ്ട. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സത്വഗുണം കുറയും. പക്ഷെ പരമാത്മാവ് എങ്ങനെയാണ്? സത്വഗുണ സമ്പന്ന, നിത്യം സത്വഗുണമാണ്. എന്ത് സാഹചര്യം, ഏത് അവതാരം എടുത്താലും, എന്ത് സാഹചര്യം വന്നാലും സത്വഗുണത്തിന് ഒരു കുറവില്ല. ആ ഈശ്വരനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അല്ലാണ്ട് പരിമിതനായ ചന്ദ്രനല്ല ഈശ്വരൻ. ചന്ദ്രനെ നിലനിർത്തുന്ന ആ ശക്തിയെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അതാണ് പറയുന്നത് പണ്ഡരവാസ. അടുത്തത് പറയും സോമൻ, സോമോ ഭവൻ. നമ്മൾ ഈ പേരൊക്കെ കേട്ടാണ്. സാധാരണ ചന്ദ്രൻ്റെ പര്യായമായിട്ടാണ് സോമൻ പറയും. ഇവിടെ അജാതശത്രു ആരാണ്? സോമൻ എന്ന് പറയുകയാണ്. സോമൻ എന്ന വാക്കിന് സാധാരണ ചന്ദ്രനാണ് പര്യായം, അല്ലെ ചന്ദ്രദേവതയുടെ പര്യായ പദമാണ് സോമൻ എന്നത്. അതായത് സൂര്യദേവതയുടെ പര്യായം നമ്മൾ ആദിത്യൻ എന്ന് കണ്ടില്ലേ, അതുപോലെ ചന്ദ്രദേവതയുടെ പര്യായമാണ് സോമൻ എന്നത്. പക്ഷേ ഇവിടെ എങ്ങനെ ചന്ദ്രദേവതയ്ക്ക് സോമൻ എന്ന വാക്ക് കിട്ടി? അത് എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ സോമയാഗം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സോമയാഗമൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇടയ്ക്കൊക്കെ നാട്ടിൽ നടക്കുന്നതാണ്, അപൂർവമായിട്ട് നടക്കുന്നതാണ്. സോമയാഗം എന്ന് പറഞ്ഞാൽ അനേകം യജ്ഞങ്ങൾ, അനേകം ആഹൂതികൾ, അനേകം ഹോമകുണ്ഡങ്ങൾ ചേർന്ന് നടത്തുമ്പോഴാണ് അത് യാഗമായി മാറുന്നത്. ഒരാൾ തന്നെ നടത്തുകയാണെങ്കിൽ അതിന് സോമയജ്ഞം എന്ന് പറയും. ഈ സോമയജ്ഞം എങ്ങനെയാണ് നടത്തുകയെന്ന് വെച്ചാൽ ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന യജ്ഞമാണ്. അല്ലേ, സോമൻ എന്ന വാക്ക് എങ്ങനെ കിട്ടിയെന്നല്ലേ കഥയിലേക്ക് നമ്മൾ വരികയാണ്. അതായത് ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന യജ്ഞത്തിനെ, അല്ലെങ്കിൽ കർമ്മകാണ്ഡത്തിൽ നടത്തുന്ന യജ്ഞത്തിനെ വിളിക്കുന്ന പേരാണ് സോമയജ്ഞം. എന്തിനു വേണ്ടി? ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. ഒരു ദേവതയാണല്ലോ ചന്ദ്രൻ, അല്ലെ? ദേവതയാകുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട്. ചന്ദ്രദേവതയ്ക്ക് എന്ത് ശക്തിയാണ് ഉള്ളത്? നമ്മൾ പഠിച്ചാണ്. മനസ്സോ ചന്ദ്രമാ, അല്ലേ? മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ചന്ദ്രമ, അല്ലെ? അല്ലെങ്കിൽ ചന്ദ്രമ എന്ന് വെച്ചാൽ ചന്ദ്രദേവത. അപ്പം നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ വൈകല്യങ്ങൾ, അല്ലേ, മാനസികമായ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ആ മനോദുഃഖം മാറ്റാനായി ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്തണം. ശ്രദ്ധിക്കണേ, നമുക്ക് മനോവ്യാധികളുണ്ടെങ്കിൽ മനോവ്യാധികൾ മാറുവാനായി വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ പറയും. എന്താണ്? നിങ്ങൾക്ക് ശരി മനോവ്യാധിയുണ്ട്, ഇത് ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്താൻ ഇതിന് ശമനമുണ്ടാകും എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്താനായിട്ട് സോമയജ്ഞം നടത്താൻ പറയും. അപ്പോൾ നമ്മൾ ഗണേശനെ പ്രീതിപ്പെടുത്താൻ ഗണപതി ഹോമം നടത്തുന്നത് പോലെ വിഘ്നം മാറാൻ, അല്ലേ? അത് ദേവതയാണ് ഗണേശൻ, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ മനോവ്യാധി മാറാനായിട്ട് നമ്മൾ അനേകം കാണുന്നതാണ്. ഇപ്പോൾ ഇത് കോമൺ ആണ്, പക്ഷെ സോമയജ്ഞം ഒന്നും ആരും ചെയ്യില്ല. ഇപ്പോൾ കൗൺസിലിങ്, തെറാപ്പി ഇത്യാദികളിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞത് യുഗങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പം ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്താൻ സോമയജ്ഞം ചെയ്യാൻ പറയും. അപ്പോൾ ഈ സോമയജ്ഞം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോമം എന്ന പേരായ സസ്യമുണ്ടായിരുന്നു. ഇപ്പം അതില്ല കേട്ടോ, പണ്ട് ഉണ്ടായിരുന്ന സസ്യമാണ് സോമം എന്ന പേരായ സസ്യം. ആ സസ്യത്തിൻ്റെ നീരെടുത്തിട്ട് അത് മന്ത്രങ്ങളാൽ ആ നീര് പവിത്രമാക്കും. സോമം എന്ന സസ്യമുണ്ടായിരുന്നു. ആ സസ്യത്തിൻ്റെ നീര് ഔഷധ ഗുണമുള്ളതായിരുന്നു, അമൃതമായിരുന്നു. ആ സസ്യം
സസ്യത്തിൻ്റെ നീര്, ആ ഔഷധ ഗുണമുള്ള നീരെടുത്തിട്ട് എന്ത് ചെയ്യും, അതിനെ മന്ത്രങ്ങളാൽ പവിത്രമാക്കും. അതായത് സോമയജ്ഞത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുണ്ടല്ലോ, ചന്ദ്രായ സ്വാഹ, ചന്ദ്രായ ഇദം നമഃ, സോമായ സ്വാഹ, സോമായ ഇദം നമഃ, അങ്ങനെ അനേകം മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ ഋദ്ദിക്കുകൾ ജപിച്ച് 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 ആ സസ്യത്തിൻ്റെ നീരിനെ പവിത്രമാക്കും, ശുദ്ധീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ നീര് സോമയജ്ഞ യാഗകുണ്ഡത്തിലേക്ക് ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്താനായിട്ട് ആഹൂതി അർപ്പിക്കും, സമർപ്പിക്കും. നമ്മൾ നെയ്യൊക്കെ ഒഴിക്കില്ലേ, നെയ്യൊക്കെ ഒഴിക്കുന്നത് പോലെ ഈ മന്ത്രത്താ പവിത്രമാക്കിയ എന്ത് ചെയ്യും, ഈ നീര്, സോമസസ്യത്തിൻ്റെ നീര് ആഹൂതിയിൽ ഒഴിപ്പിക്കും. അപ്പോൾ ചന്ദ്രദേവത ഇത് സ്വീകരിക്കുമെന്നാണ് സങ്കല്പം, ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്താനാകുമെന്നാണ് സങ്കല്പം. അങ്ങനെ ചന്ദ്രദേവത സംപ്രീതനായി ഈ മന്ത്രങ്ങൾ സ്വീകരിക്കും, ഈ സോമനീര് സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നടത്തുന്ന യജ്ഞത്തിനെയാണ് സോമയജ്ഞം എന്ന് പറയുന്നത്. അങ്ങനെ ഇത് സ്വീകരിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യും, ആരാണോ ഈ ആഹൂതി അർപ്പിക്കുന്നത് അവർക്ക് എന്താണ്, മനോസൗഖ്യം ചന്ദ്രദേവത നൽകും. അങ്ങനെ അവരുടെ വ്യാധിക്ക് താൽക്കാലിക ശമനം ഉണ്ടാകും. പൂർണ്ണ ശമനം ഒരിക്കലും കിട്ടില്ല, താൽക്കാലിക ശമനം ഉണ്ടാകും. എന്ത്, മനോവ്യാധിക്ക്. ആരാണോ ഇത് ഈ യജ്ഞം ചെയ്യുന്ന, ആ യജ്ഞം ചെയ്യുന്ന യജമാനന് മനോവ്യാധിക്ക് താൽക്കാലിക ശമനമുണ്ട്. അപ്പം അത് മാറിക്കഴിയുമ്പോൾ വീണ്ടും അടുത്ത മാസം ചെയ്യുക. അങ്ങനെ എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ സോമയജ്ഞം ചെയ്യുക. അപ്പം ഈ സോമയജ്ഞത്തിന് സോമം എന്ന സസ്യത്തിൻ്റെ നീരാണ് പ്രധാനം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഇതിന് സോമയജ്ഞം എന്ന് പേരുണ്ടായത്. ആ യജ്ഞം ചന്ദ്രദേവതയെ പ്രീതിപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ചന്ദ്രദേവതയോടുള്ള ആദരണാർത്ഥം ചന്ദ്രദേവതയ്ക്ക് സോമൻ എന്ന പേരും കൂടെ കൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ചന്ദ്രന് പര്യായമായിട്ട് സോമൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്, സോമൻ എന്നുള്ള അർത്ഥം അല്ലേ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൃഹൻ പണ്ഡരവാസഹ അല്ലെ, പണ്ഡരവാസൻ സോമൻ. അടുത്തത് രാജ. രാജ നമ്മൾ കണ്ടതാണ്. രാജ എന്താണ്, പ്രകാശസ്വരൂപൻ ഇത്യാദി അർത്ഥങ്ങളോടുകൂടി പറഞ്ഞതിന് ശേഷം ഈ വിശേഷണങ്ങളോടുകൂടി, ഏത് വിശേഷണം, ബൃഹൻ എന്ന വിശേഷണം, പണ്ഡരവാസൻ എന്ന വിശേഷണം, സോമൻ എന്ന വിശേഷണം, രാജ എന്ന വിശേഷണം, 4 വിശേഷണം പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബ്രഹ്മലക്ഷണങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ ലക്ഷണങ്ങളോടുകൂടിയ പരമാത്മാവിനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അഹം ഏതം ഉപാസയതി. ആര് പറയുന്നു, അജാതശത്രു ആരോട് പറയുന്നു, ബാലാകിയോട് പറയുന്നു. ഈ ലക്ഷണങ്ങളോടുകൂടിയ പരമാത്മാവിനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠൻ പരമാത്മാവാണ്, ഏറ്റവും സത്വഗുണസമ്പന്നൻ പരമാത്മാവാണ്, ചന്ദ്രനല്ല. ഏറ്റവും ശ്രേഷ്ഠൻ ചന്ദ്രനല്ല, പരമാത്മാ. സോമൻ പരമാത്മാവാണ്. അതിൻ്റെ അർത്ഥം എന്താ, ചന്ദ്രദേവതയ്ക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി കൊടുത്തയാൾ പരമാത്മാവാണ് അല്ലേ. അപ്പം ഇന്ദ്രന് മഴ പെയ്യിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ശക്തി കൊടുത്തത് ഈശ്വരനാണ് അല്ലേ. ഇന്ദ്രനെ ദേവതകളെ സൃഷ്ടിച്ചതിന് ശേഷം ദേവതകൾക്ക് അവരവരുടെ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്താ, നിങ്ങളിത് ചെയ്യണം അല്ലേ. ആത്മന അനുപ്രവേശ നാമരൂപേ വ്യാകരണവാണി. ചാന്തോക്യോപനിഷത്തിൽ പഠിച്ച പരമാത്മാവ് എല്ലാത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം അതിലേക്ക് പ്രവേശിച്ചു എന്ന്. അപ്പം ഇവിടെ ചന്ദ്രദേവത നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു, അല്ലെ മനോവ്യാധികളെ നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ട്. ആ ശക്തി ചന്ദ്രദേവതയ്ക്ക് കൊടുത്ത ആള് പരമാത്മാവാണ്. ആ സോമനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അല്ലാണ്ട് ചന്ദ്രദേവതയല്ല ശ്രേഷ്ഠൻ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് അല്ലേ. അതിന് കഴിവ്, ഈ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവേ ഉള്ളൂ, അടുത്ത കഴിവില്ല.
നമ്മളുടെ കാലിനെ നിയന്ത്രിക്കാനോ പ്രകൃതിക്ഷോഭത്തെ നിയന്ത്രിക്കാനോ സർവറ്റിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ചന്ദ്രദേവതയ്ക്കില്ല. ചന്ദ്രദേവത പരിമിതനാണ്. മനസ്സിനെ മാത്രം നിയന്ത്രിക്കാനേ സാധിക്കൂ. അപ്പോൾ ആ പരിമിതനായ ചന്ദ്രനെ ഞാൻ ഉപാസിക്കില്ല ബാലാഗി. ഞാൻ അപരിമിതനായ ഈശ്വരനെയാണ് ഉപാസിക്കുന്നത്. അതാണ് സോമൻ. അപ്പോൾ ആരായിരിക്കും ഇവിടെ? പരമാത്മാ അല്ലേ? രാജാ, എല്ലാറ്റിലും രാജാവായിരിക്കുന്നു, എല്ലാറ്റിനും ചൈതന്യം നൽകുന്ന സ്വരൂപിയായിരിക്കുന്നവനെയാണ് അഹം ഏതം ഉപാസ, ഞാൻ ഉപാസിക്കുന്നത്. അതിനുശേഷം എന്താ പറയുന്നത്? സഹായക ഏതം ഏവ ഉപാസ. തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കുക. ആരാണ് ഈ വിധം ഉപാസിക്കുന്നത്? അവർക്ക് എന്താണ് ഫലം? എന്താണ് അടുത്തത്? അഹഹ അഹഹ സുതഹ. അവർ അഹഹ 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 എന്ന് വെച്ചാൽ രാവും പകലും ദിനംതോറും. സുതഹ അവര് സുതനായി മാറുന്നു. ഇവിടെ സോമസുതൻ എന്നാണ്. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം എന്താണ് സോമസുതൻ എന്ന്. കാരണം ഇപ്പം അത് പറഞ്ഞാൽ തീരില്ല. ജസ്റ്റ് എഴുതി വെച്ചോളൂ. സുതഹ എന്നത് സോമരസം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സോമരസം. ദേവതകൾ കുടിക്കുന്ന പാനീയം, അതിനെയാണ് സുതം എന്ന് പറയുന്നത്. അടുത്തത് പ്രസൂതം, അത് സോമപ്രസൂതം. അതും നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അതായി ഭവതി. ഭവതി എന്ന് വെച്ചാൽ അതായി മാറും. അവർക്ക് ഈ ഫലം കിട്ടും. ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പരമാത്മാവിനെ ആര് ധ്യാനിക്കുന്നു, ഉപാസിക്കുന്നു, അവർ ഓരോ ദേവതയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന്. മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സോമയജ്ഞാദികളൊന്നും ചെയ്ത് കഷ്ടപ്പെടുത്തേണ്ട. നിങ്ങൾ ഒരാളെ പ്രീതിപ്പെടുത്തിയാൽ മതി അല്ലേ? ഈശ്വര സർവഭൂതാന ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അത്രയും ഓർത്താൽ മതി. ഭ്രാമയൻ യന്ത്രാരൂഢാനിമായ, അത് തന്നെ ഇവിടെ പറയുന്നു അല്ലേ? അടുത്ത അവാന്തര ഫലം ന അസ്യ അന്നം ക്ഷീയന്തേ. അതായത് എന്താണ്? അവർക്കൊരിക്കലും അന്നം ക്ഷീയന്തേ, അവർക്ക് അന്നത്തിനൊരു മുട്ടും ഉണ്ടാവില്ല. അതായത് ഗുണഫലം. അതും നമുക്ക് അടുത്ത ദിവസം വിസ്തരിച്ച് പഠിക്കാം. ഇപ്പം നാളെ മറ്റന്നാളും അവധിയാണ്. നമുക്ക് തിങ്കളാഴ്ച കാണാം. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഉപാസന തുടരണം, നിഷ്ഠയോടെ അനുഷ്ഠിക്കണം. കാരണം ഇത് ബൃഹദാരണ്യം പഠിക്കുക എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കൊച്ചുകുട്ടികൾക്ക് പറ്റിയ കാര്യമല്ല. അപ്പോൾ നമ്മളുടെ അധികാരം വളർത്തുക, കഴിയുന്നത്ര ബാക്കി ഈശ്വരന് സമർപ്പിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു. ഇവിടെ വരെ പഠിക്കാൻ സാധിച്ചതിൽ എപ്പോഴും കൃതാർത്ഥത ഉണ്ടാകണം, അല്ലേ മുന്നോട്ട് പോവില്ല. അനേകം വിഘ്നങ്ങൾ വരും. അതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്, കൃതാർത്ഥരായി ഇരിക്കുക. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.